ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്നതൊക്കെ പണ്ട്. ഇത് ശാസ്ത്രം തന്നെ മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്ന AI കാലം. സർവമേഖലകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈയടക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിലൂടെ നാം അതിവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. AI സാങ്കേതിക വിദ്യ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്കും വളരെ വേഗത്തിൽ കടന്നു കയറും. അതുറപ്പാണ്. അത് കാർഷിക മേഖലയിൽ മാത്രമല്ല, പശുത്തൊഴുത്തിൽ വരെ എത്തിയിരിക്കുന്നു എന്ന സത്യം ഓർമ്മപ്പെടുത്തുന്നതാണ് വീഡിയോ. കർഷകരും ക്ഷീരകർഷകരും പുതിയ കാലത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് വീഡിയോ. മനുഷ്യജീവിതം മാറ്റിമറിക്കുന്ന AI കാലത്ത് അതിനെക്കുറിച്ച് അറിയാതെ ജീവിക്കുക എന്നത് അക്ഷരാഭ്യാസമില്ലാതെ ജീവിക്കുന്നതിന് തുല്യമാണ്. അതെ, ഏത് മേഖലയിലായാലും AI സാങ്കേതിക വിദ്യ അറിയാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാലം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി കൃഷിരീതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി കൃത്യതയാർന്നതും ലാഭകരവുമായ കാർഷിക സംസ്കാരത്തിലേക്ക് അത് വഴി തുറക്കും. AI സകല മേഖലകളിലും വ്യാപിക്കുന്നതോടുകൂടി മനുഷ്യന്റെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. കമ്പ്യൂട്ടറിന്റെ ആരംഭകാലത്ത് ആശങ്കപ്പെട്ടതുപോലെ, മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ആരംഭകാലത്ത് ആശങ്കപ്പെട്ടതുപോലെ, അതിനെയെല്ലാം മറികടന്ന് നാം ഇന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ AI കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ അറിവുകളും കഴിവുകളും മെച്ചപ്പെടുത്തി കൃഷി ഉൾപ്പെടെയുള്ള തൊഴിലുകളും ബിസിനസ്സുകളും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിജയിപ്പിച്ചെടുത്ത് അത് ലാഭകരമാക്കാൻ കഴിയണം. സ്മാർട്ട് ഫാമിംഗ് രീതികളിലൂടെ വിളവ് 200% വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് AI തന്നെ പറയുന്നത്. മണ്ണിലെ ഈർപ്പം, പോഷകങ്ങൾ എന്നിവയെക്കുറിച്ച് സെൻസറുകൾ മുഖേന മനസ്സിലാക്കി ആവശ്യത്തിന് മാത്രം വെള്ളവും വളവും നൽകാൻ AI സഹായിക്കും. ഇപ്രകാരം ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും കഴിയും. ഒരു സാധാരണ കർഷകൻ ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുക്കും, എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് മനസ്സിലെങ്കിൽ അത് താനെ നടന്നോളും എന്നാണ് ഉത്തരം. സ്മാർട്ട് ഫോണുകൾ വിപണിയിലെത്തിയ കാലത്ത് അത് അപൂർവം ചിലരുടെ കൈകളിൽ മാത്രമായിരുന്നില്ലേ? ഇന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലേ? ഇന്നവർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമെല്ലാം സജീവമായി കഴിഞ്ഞില്ലേ? അതുപോലെ UPI ഇടപാടുകൾ നടത്തുന്നില്ലേ? AI സർവറിലേക്കും വ്യാപിക്കുന്നതോടെ, AI ടൂളുകളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നതോടെ ഓട്ടോമാറ്റിക്കായി നാം എല്ലാം AI ഉപയോഗിക്കാൻ തുടങ്ങുമെന്നതിൽ സംശയം വേണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയൊരു തൊഴിൽ മേഖലയായിരിക്കും തുറന്നു തരുക. അതിലൂടെ AI അറിയുന്നവർക്ക് വിജയിക്കാം. AI ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിച്ച് വിളകളിലെ രോഗങ്ങളെക്കുറിച്ചും കീടബാധകളെക്കുറിച്ചും നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന കാലം. അതിനുള്ള കൃത്യമായ പ്രതിവിധിയും AI തന്നെ നിർദ്ദേശിക്കും. കൃത്യമായ കാലാവസ്ഥ വിവരങ്ങൾ നൽകുന്നതിലൂടെ വിതയ്ക്കാനും കൊയ്യാനുമുള്ള സമയം കർഷകർക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും. സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഡിവൈസുകൾ വഴി കൃഷിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വെള്ളം നനയ്ക്കുന്ന രീതി നിലവിൽ വരും. അതുമാത്രമല്ല, വിളകളുടെ മാർക്കറ്റ് വിലയും ആവശ്യകതയും മുൻകൂട്ടി മനസ്സിലാക്കി കൃഷിയെ അപ്രകാരം ആസൂത്രണം ചെയ്യാൻ കർഷകനെ AI സഹായിക്കുന്ന കാലമാണ് വരുന്നത്. മനുഷ്യനെ പരിവർത്തനം ചെയ്യുന്ന AI കാലത്ത് AI അടിയേറ്റ് പുറത്തു പോകാതിരിക്കാൻ അത് പഠിച്ചേ മതിയാകൂ. അങ്ങനെ കർഷകർക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ സംശയങ്ങൾ ചോദിക്കാനും അറിയാനും കഴിയുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. AI സാങ്കേതിക വിദ്യയിൽ ഇനി ഇന്ത്യയുടെ നാളുകളാണ്. 2026-27 കേന്ദ്ര വാർഷിക ബജറ്റിൽ നിർദ്ദേശിച്ച ഭാരത് വിസ്താർ എന്ന ബഹുഭാഷാ ടൂളിനെ കുറിച്ച്
പ്രത്യേകം എടുത്തു പറയാത്തത് മുൻ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അത് കാണാവുന്നതാണ്. ലോകത്തിലെ ഒരു രാജ്യത്തിനും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിലെ ഒരു തെരുവ് കച്ചവടക്കാരന് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് കച്ചവടക്കാർ പണം സ്വീകരിക്കുന്നത് അവരുടെ ഫോണിലൂടെയാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തെ പ്രശംസിച്ചുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞ വാക്കുകളാണത്. ഡൽഹിയിൽ നടന്ന AI സമ്മിറ്റിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 16 മുതൽ 20 വരെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന AI ഇമ്പാക്ട് സമ്മിറ്റിൽ 500-ലധികം ആഗോള നേതാക്കന്മാരും 150 ഗവേഷകരും 400 ചീഫ് ടെക്നോളജി ഓഫീസർമാരും പങ്കെടുത്തിരുന്നു. സമ്മിറ്റിലെ അനുഭവങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് പരിപാടിയിൽ പങ്കുവച്ചത് ഇപ്രകാരമാണ്. നിർമ്മിത ബുദ്ധി യന്ത്രങ്ങളെ ബുദ്ധിയുള്ളവരാക്കി. അത് മനുഷ്യന്റെ കഴിവുകളെ പല മടങ്ങാക്കി. AIയുടെ വേഗം അത്ഭുതവും അപ്രതീക്ഷിതവുമാണ്. പണ്ട് സാങ്കേതികവിദ്യയുടെ സ്വാധീനം ദൃശ്യമാകാൻ പതിറ്റാണ്ടുകൾ എടുക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ സാങ്കേതികവിദ്യയുടെ മാറ്റം വേഗമേറിയതും ആഴമേറിയതും വിപുലവുമാണ്. യുവാക്കൾ AIയെ സ്വീകരിക്കുന്നതും അതിലേക്കെത്തുന്ന വേഗവും പ്രശംസനീയമാണ്. AIയെക്കുറിച്ച് നമുക്ക് വലിയൊരു കാഴ്ചപ്പാടും ഉത്തരവാദിത്വവും ആവശ്യമാണ്. നിലവിലെ തലമുറയ്ക്കൊപ്പം വരും തലമുറകൾക്ക് ഏതു തരത്തിലുള്ള AI ആണ് കൈമാറുന്നത് എന്നതിനെക്കുറിച്ചും ആശങ്കയുണ്ടായിരിക്കണം. AIക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതല്ല, മറിച്ച് വർത്തമാനകാലത്ത് AI ഉപയോഗിച്ച് നാം എന്തു ചെയ്യുന്നു എന്നതിനാണ് പ്രസക്തി. AI ഉച്ചകോടി ഭാവിയിൽ ലോകം AIയുടെ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നതിൻ്റെ ഒരു വഴിത്തിരിവാണെന്ന് തെളിയിക്കപ്പെട്ടു. AI മേഖലയിലെ ഇന്ത്യയുടെ ശ്രദ്ധേയമായ കഴിവുകൾ ലോകം കണ്ടു. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉച്ചകോടിയായിരുന്നു നടന്നത്. ഈ ഉച്ചകോടിയോടുള്ള യുവാക്കളുടെ ആവേശവും പ്രകടമായിരുന്നു. ലോക നേതാക്കളെയും ടെക് സിഇഒമാരെയും നേരിൽ കാണാൻ അവസരം ലഭിച്ചു. വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ കണ്ടുപിടുത്തത്തിന് തുല്യമായ ചരിത്രപരമായ മാറ്റമാണ് AI. ആദ്യമായി സിഗ്നലുകൾ വയർലെസ്സായി കൈമാറിയപ്പോൾ ലോകം മുഴുവൻ ഒരു ദിവസം തത്സമയം ബന്ധിക്കപ്പെടുമെന്ന് ആരും കരുതിയിരുന്നില്ല. മനുഷ്യ ചരിത്രത്തിലെ അത്തരമൊരു പരിവർത്തനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് നാം കാണുന്നതും പ്രവചിക്കുന്നതും അതിൻ്റെ സ്വാധീനത്തിൻ്റെ തുടക്കം മാത്രമാണ്. AI ഉച്ചകോടി പ്രദർശനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലോക നേതാക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അതിൽ 2 പേർ ലോക നേതാക്കളെ വളരെയധികം സ്വാധീനിച്ചു. പ്രധാനമന്ത്രി പരിചയപ്പെടുത്തിയ 2ാമത്തെ ഉൽപ്പന്നം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചത് ഇങ്ങനെയാണ്. ലോകമെമ്പാടുമുള്ള നേതാക്കൾ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ, പുരാതന അറിവുകൾ, കയ്യെഴുത്ത് പ്രതികൾ എന്നിവ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും ഇന്നത്തെ തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അവ എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്നും കണ്ട് അത്ഭുതപ്പെട്ടു. ആദ്യഘട്ടത്തിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കയ്യെഴുത്ത് പ്രതികളുടെ ഇമേജ് ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും അവ വായിക്കാൻ കഴിയുന്നതാക്കുന്നതായും ചെയ്യുന്നുവെന്ന് കാണിച്ചു. 2ാം ഘട്ടത്തിൽ ഈ ചിത്രം മെഷീന് വായിക്കാൻ കഴിയുന്ന വാചകമാക്കി മാറ്റി. അടുത്ത ഘട്ടത്തിൽ മെഷീന് വായിക്കാൻ കഴിയുന്ന വാചകം ഒരു AI അവതാർ ഉപയോഗിച്ച് വായിച്ചു. തുടർന്ന് അടുത്ത ഘട്ടത്തിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഈ വിലയേറിയ ഇന്ത്യൻ അറിവ് മറ്റു ഭാഷകളിലേക്ക് എങ്ങനെ വിവർത്തനം ചെയ്യാമെന്ന് കാണിച്ചു. ഇന്ത്യയുടെ പുരാതന അറിവിനെക്കുറിച്ച് അതിൻ്റെ ആധുനിക അവതരണത്തിലൂടെ പഠിക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ചു. പ്രധാനമന്ത്രി കാണിച്ചു കൊടുത്ത ആദ്യത്തെ ഉൽപ്പന്നം അമൂലിൻ്റേതായിരുന്നു. മൃഗങ്ങളെ സഹായിക്കാൻ AI എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും 24x7 AI സഹായത്തോടെ കർഷകർ അവരുടെ പാലുൽപ്പന്നങ്ങളെയും കന്നുകാലികളെയും എങ്ങനെ ട്രാക്ക് ചെയ്യുന്നു എന്നും കാണിക്കുന്നതായിരുന്നു അത്. ഇന്ത്യയിലെ ക്ഷീരഭീമനായ അമൂൽ തങ്ങളുടെ ശൃംഖലയിലെ
36 ലക്ഷം വനിതാ പാലുൽപാദകരെ ലക്ഷ്യമിട്ട് AI-യിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപദേശക പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കൃത്രിമ ബുദ്ധി അവസാനം പശുത്തൊഴുത്തിൽ വരെ എത്തിയിരിക്കുന്നു. സെർലബൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അസിസ്റ്റന്റ് കർഷകരുടെ ഫോണുകളിലേക്ക് വോയിസ് കോളുകൾ വഴി പോലും പ്രാദേശിക ഭാഷകളിൽ തത്സമയ ക്ഷീര മാർഗനിർദ്ദേശം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അമൂൽ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് ഈ സംരംഭത്തിന് പിന്നിൽ. ഇന്ത്യയുടെ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് മുന്നോടിയായി ഈ പ്ലാറ്റ്ഫോം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെയും എക്സ്റ്റെപ് ഫൗണ്ടേഷന്റെയും പിന്തുണയോടെ വികസിപ്പിച്ചെടുത്തതാണ്. AI ഡയറി അസിസ്റ്റന്റ് ആയ സെർലബൻ ആൻഡ്രോയിഡിലും iOS-ലും ഇതിനകം 1 ദശലക്ഷത്തിലധികം ഡൗൺലോഡുകൾ നേടിയിട്ടുണ്ട്. അമൂൽ ഫാർമർ മൊബൈൽ ആപ്പിലാണ് ഇത് സംയോജിപ്പിച്ചിരിക്കുന്നത്. ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്ന കർഷകർക്ക് വോയിസ് കോളുകൾ വഴി ഇത് ആക്സസ് ചെയ്യാൻ കഴിയും. സാധാരണ കാർഷിക ചാറ്റ് ബോട്ടുകളിൽ നിന്ന് സെർലബനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഡാറ്റ ബാക്ക് ബോണാണ്. പ്രതിവർഷം 200 കോടിയിലധികം പാൽ സംരക്ഷണ ഇടപാടുകൾ, ഏകദേശം 3 കോടി കന്നുകാലികളെ ഉൾക്കൊള്ളുന്ന 1200+ വെറ്റിനറി ഡോക്ടർമാരുടെ ചികിത്സാ രേഖകൾ, പ്രതിവർഷം ഏകദേശം 70 ലക്ഷം കൃത്രിമ ബീജസങ്കലനങ്ങൾ, ഫോഡൽ മാപ്പിങ്ങിനായി ISRO ഉപഗ്രഹ ചിത്രങ്ങൾ, തീറ്റ, രോഗം, ഉൽപാദന ചരിത്രം എന്നിവയുള്ള വ്യക്തിഗത കന്നുകാലി ഐഡികൾ എന്നിവയാണ് സവിശേഷതകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമാണ് ഇന്ത്യ. ഇത് US ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഇരട്ടിയിലധികമാണ്. പക്ഷേ ഓരോ പശുവിൻ്റെയും ഉൽപാദനക്ഷമത താരതമ്യേന കുറവാണ്. വലിപ്പം കുറഞ്ഞവ, മൃഗചികിത്സയ്ക്കുള്ള പരിമിതി, ഗുണനിലവാരമില്ലാത്ത ഫീഡ്, ആധുനിക പ്രജനന രീതികളെക്കുറിച്ച് അറിവില്ലായ്മ എന്നിവയാണ് അതിൻ്റെ കാരണങ്ങൾ. ഈ പ്ലാറ്റ്ഫോം നിലവിൽ ഗുജറാത്തി ഭാഷയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ബഹുഭാഷാ ചട്ടക്കൂടിലാണ് ഇതിൻ്റെ നിർമ്മിതി എന്നതിനാൽ കൂടുതൽ ഇന്ത്യൻ ഭാഷകളിലേക്ക് വികസിപ്പിക്കാൻ കഴിയും. ഭാഷാ സംയോജനം വിജയിച്ചാൽ അത് AI വൈറ്റ് റെവല്യൂഷൻ 2.0 നയിച്ചേക്കാം.